नमस्ते। 11वीं कक्षा +1 क्लास इसकी पहली इकाई में हमने एक कहानी पढ़ी है। अनुताप नामक लघु कथा हमने पढ़ी है। अनुताप कहानी पढ़कर हमने कुछ नोट भी दिया है। और दूसरा पाठ है मधुयुद्ध। तो देखिए, पहली इकाई फर्स्ट यूनिट, पहला पाठ अनुताप नामक एक लघु कथा हमने पढ़ा है और इसके नोट भी हमने दिया है। और इसके बाद इसका दूसरा पाठ है मधुयुद्ध। मधुयुद्ध क्या है? कविता है। कहानी के बाद, लघु कथा के बाद कविता। कवि का नाम क्या है? जयशंकर प्रसाद। कवि का नाम है जयशंकर प्रसाद। जयशंकर प्रसाद का नाम आपने सुना है? इसके पहले सुना होगा। हिंदी के बहुमुखी प्रतिभा के कवि है, नाटककार है, कहानीकार है जयशंकर प्रसाद। प्रेमचंद युग के अनुसार प्रेमचंद का जन्म 1880 में 1880 1889 പ്രസാദിന്റെ ജന്മം. രണ്ടുപേരും സാഹിത്യ രംഗത്തേക്ക് പ്രവേശിച്ചത് ഏകദേശം ഒരേ സമയത്താണ്. 1906-7 കാലഘട്ടത്തിലാണ്. സാഹിത്യ ജീവിതം അവസാനിപ്പിക്കുന്നതും അടുത്തടുത്തുള്ള കാലഘട്ടത്തിലാണ്. ജയശങ്കർ പ്രസാദ് 36-ലും പ്രേംചന്ദ് 1937-ലും. പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, ജയശങ്കർ പ്രസാദും പ്രേംചന്ദും ഒരേ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകളാണെങ്കിലും സാഹിത്യ രംഗത്ത് വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ള ആളുകളായിരുന്നു ഇവർ രണ്ടുപേരും. പ്രേംചന്ദ് കഹാനി ഉപന്യാസ് മാനെ കഥയും നോവലുകളിലും മാത്രം ഒതുങ്ങി നിന്നപ്പോൾ ജയശങ്കർ പ്രസാദിന്റെ പ്രതിഭ ബഹുമുഖമാണ്. എന്താണ് ബഹുമുഖം? സാഹിത്യ के सभी क्षेत्र में उन्होंने अपनी प्रतिभा का परिचय दिया था. സാഹിത്യത്തിന്റെ എല്ലാ മേഖലകളിലും. എന്തൊക്കെ സാഹിത്യത്തിന്റെ മേഖലകൾ? नाटक, काव्य, प्रत्येक महाकाव्य और खंडकाव्य, और उपन्यास माने नोवेल, निबंध माने एसे, कहानियां माने शॉर्ट स्टोरीज और पत्र, सभी क्षेत्रों में എല്ലാ മേഖലകളിലും उन्होंने अपनी प्रतिभा का परिचय दिखाया था. इसलिए जयशंकर प्रसाद को हिंदी के बहुमुखी प्रतिभा के साहित्यकार कहते हैं. कवि के नाम से जानते हैं, नाटककार के नाम से. उन्होंने हिंदी में अनेक नाटक लिखे हैं, ऐतिहासिक नाटक लिखे हैं. भारत के इतिहास को लेकर चंद्रगुप्त, स्कंदगुप्त, ध्रुवसामनी और बुद्ध धर्म दर्शन के आधार पर उन्होंने अनेक नाटक लिखे हैं. और स्वतंत्रता संघर्ष के इतिहास के पृष्ठभूमि में പശ്ചാത്തലത്തിൽ ധാരാളം നാടകങ്ങൾ രചിച്ചിട്ടുള്ള ആളാണ് ജയശങ്കർ പ്രസാദ്. ഇവിടെ ഞാൻ മറ്റൊരു വാക്കിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം, ഛായാവാദം. നിങ്ങൾക്ക് പുതിയ വാക്കായിരിക്കും ഒരു പക്ഷേ. ഛായാവാദം എന്താണ്? ഒരു വാദമാണ് ഛായാവാദം. ഇസമാണ്. ഗാന്ധിവാദ്, രഹസ്യവാദ് എന്നൊക്കെ പറയും പോലെ ഒരു ഇസമാണ് ഛായാവാദം. അപ്പൊ ഛായാവാദം എന്ന് പറഞ്ഞത് ഒരു കാവ്യ ദർശനമാണ് എന്ന് ചുരുക്കി നിങ്ങൾ മനസ്സിലാക്കുക. ഛായാവാദം എന്ന് പറയുന്നത് ഒരു കാവ്യ ദർശനമാണ്, കാഴ്ചപ്പാടാണ്. അതുപോലെ മറ്റൊരു വാദമാണ് രഹസ്യവാദം, മിസ്റ്റിസിസം എന്ന് പറയും. റൊമാന്റിസിസവും മിസ്റ്റിസിസവും സാഹിത്യത്തിൽ കാവ്യരംഗത്ത് ആദ്യകാലത്ത്, പ്രത്യേകിച്ചും 1907-14 കാലഘട്ടം മുതൽ 1943-45 കാലഘട്ടം വരെ ഹിന്ദി സാഹിത്യത്തിലെ കവിതകളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു പ്രവണതയാണ്, ട്രെൻഡാണ് ഛായാവാദവും രഹസ്യവാദവും. അത് മലയാളത്തിൽ നമ്മൾ പറഞ്ഞാൽ കാൽപ്പനിക കവിതാ പ്രസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം. കാൽപ്പനിക കവിതാ പ്രസ്ഥാനം, റൊമാന്റിസിസം എന്നൊക്കെ നമ്മൾ പറയാം, മിസ്റ്റിസിസം എന്നൊക്കെ പറയും. എന്താണ്? കവികളിലുള്ള പ്രകൃതിയോടും സ്നേഹത്തോടുമുള്ള കവിയുടെ കാഴ്ചപ്പാടുകളാണ്. അപ്പൊ ഛായാവാദി കവിതയിൽ എന്തൊക്കെയാണ് വിഷയം? പ്രണയം, വിരഹം, പ്രകൃതി, प्रकृति का लाक्षणिक भावों का चित्रण, ഇതൊക്കെയാണ് സാധാരണ ഛായാവാദം. ഛായാവാദ की एक विशेषता है. നിങ്ങളോട് ആരെങ്കിലും ചോദിക്കണം എന്താണ് ഛായാവാദം എന്ന് ചോദിച്ചാൽ, ഛായാവാദത്തിന്റെ ഒരു വിശേഷതയാണ് പ്രകൃതി का മാനവീകരൺ, പ്രകൃതിയെ മാനവീയ ഭാവത്തോടു കൂടി അവതരിപ്പിക്കുക. എന്താണ് പ്രകൃതിയെ മാനവീയ ഭാവത്തോടെ അവതരിപ്പിക്കുക? ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ഒരു മുല്ലമൊട്ട് അല്ലെങ്കിൽ പിച്ചിപ്പൂമൊട്ട്, അത് വിരിഞ്ഞു വരുന്ന കാണുമ്പോൾ
നമുക്ക് ആ പിച്ചിപ്പ് മൊട്ട് വിരിയുന്നത് കാണുമ്പോൾ ഒരു സുന്ദരിയായ പെൺകുട്ടി ഉറക്കം എഴുന്നേറ്റ് പതുക്കെ കണ്ണു തുറക്കുന്നതായി, ഒറ്റയ്ക്ക് കണ്ണു തുറക്കല്ല, പതുക്കെ കണ്ണു തുറക്കുന്നതായി നമുക്ക് തോന്നുന്ന ഭാവം. അവിടെ പ്രകൃതിയുടെ ഒരു കണ്ണു തുറക്കലുണ്ട്. അപ്പൊ സൂര്യോദയത്തെയും സൂര്യാസ്തമയത്തെയും ജീവിതത്തിന്റെ രണ്ട് ഇതായിട്ട് കാണുക. സൂര്യോദയത്തിന്റെ ഒരു നല്ല തുടക്കമായും സൂര്യാസ്തമയത്തെ അന്ത്യമായും കാണുക. അതുപോലെ വസന്തകാലം വരുന്നു എന്ന് പറയുമ്പോൾ ആളുടെ ജീവിതത്തിൽ ജീവന്മയും വസന്താകയ എന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ നമ്മൾ എന്താ അർത്ഥമാക്കുക? ജീവന്മയും വസന്താകയ, ഒരാളുടെ ജീവിതത്തിലേക്ക് വസന്തകാലം വന്നു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ അർത്ഥം? ജീവിതത്തിന്റെ നല്ല യുഗങ്ങളാണ്. പൂക്കളും തേനും വണ്ടുകളും ചിത്രശലഭങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു നല്ല അറ്റ്മോസ്ഫിയറാണ്, നല്ല കാലഘട്ടമാണ് വസന്തം. അവിടെ നിന്ന് ഇലപൊഴിച്ചിലേക്ക് വന്നാൽ, വിരസമായ ഇലപൊഴിച്ചിലേക്ക് വന്നാൽ ഒരാളുടെ ജീവിതത്തിന്റെ വല്ലായ്മകളെയും ദുഃഖത്തെയും കാണിക്കുന്ന അവസ്ഥയാണ്. ഇതൊക്കെ പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്നു ഛായാവാദി കവിതയിൽ. പ്രകൃതിക്ക മാനവീകരൻ, പ്രകൃതിയെ മാനവീയ ഭാവത്തോടുകൂടി അവതരിപ്പിക്കുന്നത് ഛായാവാദത്തിന്റെ ഒരു ലക്ഷണമാണ്. മറ്റൊന്ന് പ്രകൃതി പ്രേമം, അതിലെ പ്രണയം അല്ലെങ്കിൽ അതിന്റെ വിരഹം, പിന്നെ ലാക്ഷണിക ഭാവം, ബിംബാത്മക ചിത്രം, ഇതൊക്കെ ഛായാവാദി കവിതയുടെ വിശേഷതകളാണ്. അങ്ങനെ എഴുതിയിരിക്കുന്ന ഒരു ഛായാവാദി കവിതയാണ് ഏത്? മധുഗീതം. നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ച ഓർമ്മ നിങ്ങൾക്കുണ്ടാവും. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, അവിടെ നമ്മൾ 4 മാർക്കിനാണ് ആസ്വാദനം എഴുതണമെങ്കിൽ +1 ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 6 മാർക്കിനോ 7 മാർക്കിനോ ആസ്വാദനം എഴുതണം. ഇത് വലിയ കാര്യമുണ്ട്. 7 മാർക്കിനുള്ള സമയം നിങ്ങൾക്ക് അധികമുണ്ട്. അവിടെ നിങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം നിങ്ങളിവിടെ എടുക്കും. അതിനോടൊപ്പം കുറച്ചുകൂടെ വിപുലമായി നമ്മൾ എഴുതും. കവി പരിചയപ്പെടുത്തി. നമുക്ക് മുമ്പ് നമ്മൾ ആസ്വാദനം എഴുതുന്ന അതേ സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെയും. ആദ്യം നമ്മൾ കവിയെ പരിചയപ്പെടുത്തി, കവിതാ കവിതയെ പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ മധു ഋതുനാമ കവിത, കിസ്കി കവിത ഹെ? ജയശങ്കർ പ്രസാദ് की कविता है. जयशंकर प्रसाद हिंदी के कवि, नाटककार और उपन्यासकार, कहानीकार है എന്ന് പറയുമല്ലോ. और हिंदी के प्रमुख ഛായാവാദി कवि है പറയുമല്ലോ. കവിയെ പരിചയപ്പെടുത്തി. പിന്നെ നമ്മൾ എന്താ പറയുന്നത്? കവിതയെ പരിചയപ്പെടുത്തുന്നു. മധു ഋതു, കവിത का नाम है മധു ഋതു. किस प्रकार की कविता है? ഛായാവാദി കവിത है. കവിതയെ പരിചയപ്പെടുത്തി. ഇങ്ങനെയാണ് മുഖവുര എഴുതുന്നത്. നേരത്തെ നമ്മൾ എങ്ങനെ എഴുതും? അത് പ്രാചീന കവിതയാണോ, നവീന കവിതയാണോ, സമകാലീന കവിതയാണോ, ഭക്തി ഗീതമാണോ എന്നൊക്കെ നമ്മൾ എഴുതും. അതുപോലെ ഇവിടെ നമ്മൾ എഴുതി മധു ഋതു ഛായാവാദി കവിത है. अब അടുത്ത സംശയം, ഛായാവാദി കവിത का मतलब क्या है? इस कविता में प्रकृति की रमणीय वर्णन है. പ്രകൃതിയെ വളരെ രമണീയമായി ശബ്ദാത്മകമായി പ്രകൃതിയെ വർണ്ണിച്ചിരിക്കുന്നു. എങ്ങനെ പ്രകൃതിയെ വർണ്ണിച്ചിരിക്കുന്നു? वसंत के आगमन का वर्णन है. मधु ऋतु शब्द का अर्थ क्या है? मधुओं का ऋतु. मधु ऋतु शब्द का मतलब क्या है? मधुओं का ऋतु. मधु मीन्स हनी, തേൻ. തേനിന്റെ ഋതുക്കൾ, സീസൺ, കാലം. അപ്പൊ മധുവിന്റെയും തേനിന്റെയും കാലം ഏതാണ്? വസന്തകാലം. വസന്തകാലത്തിന്റെ പ്രത്യേകത എന്താണ്? പ്രകൃതി വളരെ ഹരിതാഭമായി വർണ്ണാഭമായിരിക്കും. പക്ഷികളുടെ ശബ്ദങ്ങൾ ഉണ്ടാവും. നല്ല തെളിഞ്ഞ ആകാശമായിരിക്കും. അങ്ങനെയുള്ള ഒരു വസന്തകാലത്തെ മനസ്സിൽ കാണുക. ആ വസന്തകാലത്തിന്റെ വർണ്ണനയാണ് കവിതയിൽ നടത്തുന്നത്. അപ്പൊ കവിതയെ നമ്മളൊന്ന് 1-2 വാക്യത്തിൽ പരിചയപ്പെടുത്തി. ഒന്നുകൂടെ പറയാം. മധു ഋതു एक कविता है. किस प्रकार की कविता है? छायावादी कविता है. इस कविता में क्या है? प्रकृति का रमणीय वर्णन है. किस ऋतु का वर्णन है? मधु ऋतु का वर्णन है. वसंत काल का वर्णन है. वसंत काल का वर्णन कवि कैसे करते हैं? അതോടെ കവിത വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. മറ്റൊരു പ്രത്യേകത, ഛായാവാദി കവിതയില് വസന്തകാലത്തെ വർണ്ണം നടത്തുന്നതിനോടൊപ്പം തന്നെ അതിന്റെ മറ്റൊരു ഭാഗത്ത് പ്രകൃതിക്ക് ലാക്ഷണികത എന്ന് പറഞ്ഞൊരു പ്രയോജനമുണ്ട്. ലക്ഷണം പറയുക, ലാക്ഷണികത, ലക്ഷ്യമാക്കുക. ഒരു കാര്യം പറയുക, മറ്റൊരു കാര്യം ലക്ഷ്യമാക്കുക. അതുകൂടി ഇവിടെയുണ്ട്. അവിടെ കവിയുടെ ജീവിതത്തിന്റെ ചില കാലങ്ങളും പറയുന്നുണ്ട്. കവിയുടെ ജീവിതത്തിന്റെ, ഒരാളുടെ ജീവിതത്തിൽ ഇന്ന് അയാളുടെ ജീവിത സന്ധ്യയിലാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം, അയാളുടെ ജീവൻ സായം സന്ധ്യയിലാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം, അയാളുടെ ജീവിതം മധ്യാഹ്നത്തിലാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം, ഉച്ചസ്ഥായിയിലാണ്, യൗവനത്തിലാണ്.
ഇനി ഒരു കുട്ടിയുടെ ജീവിതത്തിന്റെ ഉദയത്തിലാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സൂര്യോദയത്തിലാണ്, നല്ല സമയമാണ്. വിദ്യാഭ്യാസ കാലഘട്ടം ജീവിതത്തിന്റെ വസന്തകാലമാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, വിദ്യാഭ്യാസ കാലഘട്ടം ജീവിതത്തിന്റെ വസന്തകാലമാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ ഓടിച്ചാടി കളിച്ച് എല്ലാം മറന്ന് സന്തോഷത്തോടെ കൂട്ടുകാരോടൊക്കെ ഇടകലർന്ന് നടക്കുന്ന കാലഘട്ടം. അപ്പൊ അങ്ങനെ ഒരു ലക്ഷ്യമാക്കുക. എന്ത് ലക്ഷ്യമാക്കുന്നു? ഒരു ഭാഗത്ത് പ്രകൃതിയുടെ മനോഹരമായ വർണ്ണന നടത്തുന്നു, വസന്തകാലത്തിന്റെ ആഗമനത്തിന്റെ വർണ്ണന. മറുഭാഗത്ത് കവിയുടെ ജീവിതത്തിലും വസന്തം വന്നു. കവിക്ക് ജീവൻ മേ ഭി വസന്ത ആ ഗയാ. എപ്പോഴാണ് അങ്ങനെയാ വസന്തം വരുന്നത്? ഇന്നലെ വരെ ഒരു വിരസമായ പതച്ചടായിരുന്നു. പതച്ചട് ഈ വാക്ക് നമ്മൾ തിരിച്ചു പറഞ്ഞാൽ ജാന, ഇലകളിൽ ചെറുചെറന്ന് പറഞ്ഞ് കൊഴിഞ്ഞു വീഴുക എന്നാണ് പതച്ചട്. ജാന മലയാളത്തിൽ പറഞ്ഞ ഇല കൊഴിച്ചിൽ എന്നാണ് അർത്ഥം. വിരസ പതച്ചട്, നീരസമായ ഒരു ഇല കൊഴിച്ചിലിന് ശേഷം വസന്തം വന്നു. നമുക്കിതറിയാം, മരങ്ങളുടെ ഇലകളെല്ലാം കൊഴിഞ്ഞു നിന്നു. ഇലകളെല്ലാം കൊഴിഞ്ഞു നിന്നാലോ അവിടെ പക്ഷികൾ വരില്ല, തണൽ കൊള്ളാനായിട്ട് ജനങ്ങളായും അതിലേക്ക് പോവില്ല. ആകെ കാലഘട്ടം വളരെ മോശമായ ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ നിന്ന് പെട്ടെന്ന് ഒരു നല്ല വസന്തകാലം വന്നു. ആ വസന്തകാലം വന്നാൽ കവിയുടെ ജീവിതത്തിൽ എന്തായിരിക്കും? അപ്പൊ കവിയുടെ വ്യക്തി ജീവിതം അറിയാവുന്നവർക്കേ അതറിയാൻ പറ്റൂ. കവിയുടെ വ്യക്തി ജീവിതത്തിൽ ഇതുപോലെ ഇത്തിരി ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുള്ള കവിയാണ്. ആ ദുരിതങ്ങളും ദുഃഖവുമാണ് ഇങ്ങനെ ഒരു റൊമാൻറ്റിക് പോയിറ്റായിട്ട്, ഛായാവാദി കവിയായിട്ട് ജയശങ്കർ പ്രസാദിനെ ആക്കി തീർത്തത്. കവിയുടെ ജീവിതത്തിൽ അനുഭവിച്ച വ്യക്തിപരമായ ദുഃഖങ്ങളും ദുരിതങ്ങളും, അവിടെ ആ ദുഃഖങ്ങൾ, നഷ്ടദുഃഖങ്ങൾ, പ്രണയ നഷ്ടങ്ങൾ, സ്നേഹത്തിന്റെ നഷ്ടങ്ങൾ, ആ നഷ്ടങ്ങളിൽ നിന്ന് വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ ഉണ്ടായ ചില വരവുകൾ, ചില നല്ല അനുഭവങ്ങൾ, അതും കൂടി ചേർത്താണ് ഈ കവിതയെ ലാക്ഷണിക ഭാവത്തോടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ കവിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളുടെ +1 ക്ലാസ്സുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അതൊക്കെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. എന്നാൽ പരിചയപ്പെടൽ മാത്രം മതി. അവിടെ നിങ്ങൾക്കൊന്ന് വായിക്കാം. അതിൻ്റെ 12ാമത്തെ പേജിൽ കവിയുടെ ചിത്രസഹിതം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബോക്സിനകത്തുണ്ട് ആധുനിക ഹിന്ദി കവിതയ്ക്ക് സർവശ്രേഷ്ഠ ഉപലബ്ധി ഛായാവാദം. ആധുനിക ഹിന്ദി കവിതയുടെ ഈ ആധുനിക ഹിന്ദി കവിത എന്ന് പറഞ്ഞാല് മറ്റു സാഹിത്യത്തിലെ പോലെ തന്നെ ആധുനിക 1900-ന് ശേഷം തുടങ്ങുന്നതാണ് ആധുനിക ഹിന്ദി എന്ന് പറയുന്നത്. ആ ആധുനിക ഹിന്ദി കവിതയിലെ ഏറ്റവും വലിയ സംഭാവനയാണ് ഛായാവാദം. ഉദാഹരണത്തിന് ഛായാവാദി യുഗത്തിലാണ് മധുരമായ സുന്ദരമായ ഗീതങ്ങളെല്ലാം ഹിന്ദിയിൽ രചിക്കപ്പെട്ടത്. പ്രേം, പ്രകൃതി, സൗന്ദര്യം. ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണ് ഛായാവാദി കവിത മേ ക്യാ ഹെ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് ഇവിടെ കിട്ടുന്നത്. इसमें प्रेम का वर्णन है, प्रकृति का वर्णन है, सौंदर्य का वर्णन है, प्रकृति का मानवीकरण है. മാനവീകരൺ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പെർസോണിഫിക്കേഷൻ എന്ന് പറയും. മനുഷ്യഭാവത്തോടെ പ്രകൃതിയെ അവതരിപ്പിക്കുക. ഇപ്പോ കലങ്ങി തിരിഞ്ഞൊഴുകുന്ന ഒരു നദിയെ സുന്ദരിയായി പോവുകയാണ് നദി. ആ നദി ഒഴുകി പോകുമ്പോൾ പറയുകയാണ് കടൽ നീ ചെല്ലണം, കാമുകനെ കാണണം, കല്യാണം അറിയിക്കണം എന്ന് പറയുന്നതാണ് ഒരു കവിത. പറയാണ് ഇങ്ങനെ പെരിയാറിനെ കലങ്ങി കുണുങ്ങി പോകുന്ന പൊന്നലകൾ ഞൊറിഞ്ഞുടുത്തു പോകാനൊരുങ്ങുകയാണല്ലോ, കടൽ നീ ചെല്ലണം, കാമുകനെ കാണണം, കല്യാണം അറിയിക്കണം എന്ന് പറഞ്ഞൊരു പഴയകാല പാട്ട് നമ്മൾ ഓർമ്മിച്ച് പാടി നോക്കിയേ. അവിടെ ആരാണ്? പൊന്നലകള് എന്ന വസ്ത്രങ്ങൾ, അലകൾ എന്ന് പറഞ്ഞാൽ തിരമാലകളാണ്, ഓളങ്ങളാണ്. ആ ഓളങ്ങളാകുന്ന വസ്ത്രങ്ങളൊക്കെ ഞൊറിഞ്ഞുടുത്ത് കാമുകനെ കാണാൻ പോകുന്ന ആരാ? കാമുകൻ. കടൽ എന്ന് പറയുന്ന കാമുകനെ കാണാൻ പോകുന്ന ഒരു സുന്ദരിയായിട്ടാണ് ആരെ അവതരിപ്പിച്ചിരിക്കുന്നത്? പെരിയാറിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്തരം ഭാവങ്ങളൊക്കെ നമ്മൾ നേരത്തെ മലയാള ഭാഷയിലൊക്കെ ഉണ്ട്, കവിതകളിൽ വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ അതാണ് പ്രകൃതിക മാനവീകരണം. ലാക്ഷണികത ഒന്ന് പറയുക, മറ്റൊന്ന് ലക്ഷ്യമാക്കുക. മനസ്സിലായോ? ഒന്ന് പറയുക എന്ന് പറഞ്ഞാൽ വസന്തം വന്നു, അത് നേരായ രീതിയിൽ പറഞ്ഞു. പക്ഷെ ഇവിടെ ജീവിതത്തിലും വസന്തം വന്നു, അത് ലാക്ഷണികത. കാൽപ്പനിക നമുക്കറിയാം, പ്രകൃതിയുടെ കാൽപ്പനികമായ ഭാവങ്ങൾ. കോമളകാന്ത പദാവലി, സിമ്പിൾ ആയിട്ടുള്ള പദങ്ങള്, മധുരത, സരസത ആദി ഛായാവാദി കവിതയ്ക്ക് പഹച്ചാൻ ഹെ. പഹച്ചാൻ മീൻസ് ഐഡന്റിറ്റി, തിരിച്ചറിയാൻ. പ്രസാദ് की മധുഋതു കവിത में ഛായാവാദി की सारी विशेषताएं हैं. പ്രസാദിന്റെ മധുഋതു എന്ന് പറയുന്ന കവിതയില് ഛായാവാദത്തിന്റെ എല്ലാ വിശേഷതകളും ഉണ്ട്.
ഏതൊക്കെ പ്രധാന വിശേഷതകൾ? प्रकृति का वर्णन है, लाक्षणिक भावों का चित्रण है, मधुरिमा है, काल्पनिकता है, ചിത്രമയ ഭാഷ. നമ്മൾ വായിച്ചു പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ പ്രകൃതിയുടെ മനോഹരമായ ചിത്രം നമ്മൾ ഇതിനെ സന്ധ്യാസമയം വർണ്ണിച്ചാലും പ്രഭാതം വർണ്ണിച്ചാലും ആ രൂപം നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരും. അതാണ് ചിത്രമയമായ ഭാഷ. അക്ഷരങ്ങളിലൂടെ വർണ്ണങ്ങളിലൂടെ ചിത്രം മനസ്സിലേക്ക് വരുത്തുന്ന ഭാഷാശൈലി അതെല്ലാം ഇതിലുണ്ട്. അങ്ങനെ ഛായാവാദി ഗീതി ശൈലി മേ ലിഖി ഗയി. ഛായാവാദി ഗീതി ശൈലി, ഗീതി ശൈലി ഗേയയുക്തം, പാടാൻ യോഗ്യമായ രീതിയിൽ ചൊല്ലിപ്പറയാവുന്ന രീതിയിൽ എഴുതിയിരിക്കുന്ന പ്രേം പ്രകൃതി और सौंदर्य की कविता. प्रेम प्रकृति और सौंदर्य की कविता. प्रेम प्रकृति और सौंदर्य की कविता. सौंदर्य की कविता, सौंदर्य की कविता. मधुर छायावादी कविता में प्रेम है, प्रकृति का वर्णन है, सौंदर्य चित्रण है, ये सब में युक्त कविता है. यह मधुर, इसलिए वह छायावादी कविता है. मधुर आप पढ़कर देखिए ना. मधुर परीक्षा की दृष्टि से आप जानते हैं इसमें 4 या 8 पंक्तियां आपको परीक्षा में देंगे और इसके आस्वादन टिप्पणी लिखने के लिए 10ാം ക്ലാസ്സിൽ നിന്ന് ഒത്തിരി വ്യത്യാസം കൂടി ഉണ്ട്. ഇവിടെ കവിയുടെ പേരൊക്കെ ചോദിക്കാറുണ്ട്. കവിതയുടെ വരികളിൽ കവിയുടെ പേര് നമുക്ക് കൃത്യമായിട്ട് കിട്ടും. കാരണം ഓരോ കവിയുടെയും കവിതയ്ക്ക് പ്രത്യേക ഐഡന്റിറ്റി ഉണ്ട്, അത് തിരിച്ചറിയാൻ പറ്റും ആരുടെ കവിതയാണ്. ജയശങ്കർ പ്രസാദ് की कविता है. മറ്റൊരു പ്രത്യേകത, ഇതിലെ ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന സംസ്കൃത ശബ്ദങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന തത്സമ ശബ്ദം എന്നാണ് പറയുന്നത്. സംസ്കൃത ശബ്ദങ്ങൾ ജയശങ്കർ പ്രസാദ് ഹിന്ദിയിലെ സംസ്കൃത ശബ്ദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രേംചന്ദ് ആണെങ്കിൽ തന്റെ കഥയിൽ ഉറുദു, പേർഷ്യൻ, അറബിക് ശബ്ദങ്ങൾ ഉപയോഗിക്കും, വിദേശ ശബ്ദങ്ങൾ ഉപയോഗിക്കും. പക്ഷേ പ്രസാദ് ഉപയോഗിക്കുന്നത് സംസ്കൃത ശബ്ദങ്ങളാണ്. ആ സംസ്കൃത ശബ്ദങ്ങൾ നമ്മൾ മറ്റൊരു പേരാണ് തത്സമ ശബ്ദങ്ങൾ. തത് സമം തത്സമം, തത്സമ ശബ്ദങ്ങൾ. അതുപോലെ മറ്റൊരു ശബ്ദമാണ് തൽഭവ ശബ്ദം. അതൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ നമ്മൾ പരിചയപ്പെടുത്തും. നമുക്ക് ഒരു ഉദാഹരണത്തിലൂടെ നിങ്ങളെ മനസ്സിലാക്കി തരാം. ഹസ്തം എന്ന് പറയുന്ന ഒരു വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സംസ്കൃതമാണ് ഹസ്തം. ഇതിൽ നിന്ന് വന്ന വാക്കാണ് ഹാത്ത് എന്ന് അറിയുക. ഹാത്ത്. ഇതിനെ നമ്മൾ തത്സമം എന്ന് പറയും, ഇതിനെ തൽഭവം എന്ന് പറയും. തൽഭവം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഭവിച്ചതെന്നാണ്, ഇതിൽ നിന്ന് വന്ന വാക്കാണ്. ഉച്ചാരണ സൗകര്യത്തിന് നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്താണ്. ഒരു വാക്കുകൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടും. അഗ്നി എന്ന വാക്ക് നമുക്കറിയാം. അഗ്നി സംസ്കൃത വാക്കാണ്. തത്സമം എന്ന് പറയാം. അഗ്നി തത്സമ വാക്കാണ്. സംസ്കൃത വാക്ക് തന്നെ, സംസ്കൃതത്തിൽ വന്ന വാക്ക് അതുപോലെ ഉപയോഗിക്കുന്നു. അഗ്നി ഉപയോഗിക്കുമല്ല, ഹിന്ദിയിൽ മലയാളത്തിൽ ഉപയോഗിക്കും. അത് ഹിന്ദിയിൽ നമ്മൾ ഉച്ചരിച്ച് സൗകര്യാർത്ഥം ഏതാക്കി? ആഗാക്കി. ആഗ്. അപ്പൊ ഹസ്തത്തിൽ നിന്ന് ഹാത്ത്, അഗ്നിയിൽ നിന്ന് ആഗ്, പിതറിൽ നിന്ന് പിത, മാതറിൽ നിന്ന് മാത, ഇങ്ങനെ വാക്കുകൾ. ക്ഷേത്രത്തിൽ നിന്ന് കേത്ത്, ഇങ്ങനെ ഉച്ചരിച്ചെടുത്ത വാക്കുകൾ. നമ്മുടെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹിന്ദിയിൽ പറയുമ്പോൾ നമ്മുടെ ക്ഷേത്രമല്ല, ഫീൽഡ് എന്നാണ് അർത്ഥം. അത് ക്ഷേത്ര ഏത് എഡ്യൂക്കേഷൻ ഫീൽഡ്, വിദ്യാഭ്യാസ രംഗം, ശിക്ഷാക്ക് ക്ഷേത്ര, അത് നമ്മൾ കേത്ത് എന്നുള്ള രീതിയിൽ പരിഷ്കരിച്ചെടുത്തു. ഇങ്ങനെ ഇത്തിരി വാക്കുകൾ നമ്മൾ പരിഷ്കരിച്ചെടുത്തിട്ടുണ്ട്. അതിനെ ഈ വാക്കുകൾ നമ്മൾ തൽഭവം, ഇതിനെ തത്സമം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഏത് വാക്കാണ്? തത്സമ ശബ്ദങ്ങളാണ് ഉപയോഗിക്കുന്നത്. ആ തത്സമ ശബ്ദങ്ങൾ തന്നിട്ട് നിങ്ങളോട് പറയും ഹിന്ദിയിലെ അർത്ഥം എഴുതാൻ പറയും, അതായത് തൽഭവം എഴുതാൻ പറയും. അപ്പൊ അതിനൊരു മാർക്കുണ്ട്, കവിയുടെ പേരിലുണ്ട്. ചിലപ്പോൾ ഒരു മാർക്കിനൊക്കെ എഴുതി ചോദിക്കും. അപ്പൊ 10ാം ക്ലാസ്സിലാണെങ്കിൽ കേവലം 4 വരി കവിത വന്നിട്ട് ഒരു 4 മാർക്കിന്റെ ചോദ്യം ആസ്വാദനം മാത്രമായിരുന്നു. ഇവിടെ അങ്ങനെയല്ല. ചിലപ്പോൾ 6 വരി കവിത വന്നിട്ട് നിങ്ങൾക്ക് 8-10 മാർക്കിന് വരെ ചോദിക്കും. അപ്പൊ വരികളുടെ അർത്ഥങ്ങളിലെ ഒരു വാക്ക് പോലും എടുത്തുകൊണ്ട് ശ്രദ്ധിക്കാം. സംസ്കൃതത്തിൽ വന്ന വാക്കുകളെ ഹിന്ദി അർത്ഥം ചോദിക്കും 1 മാർക്കിന്, കവിയുടെ പേര് ചോദിക്കും, പിന്നെ ഏതെങ്കിലും ഒരു വരിയുടെ 1 മാർക്കിന്റെ ചെറിയ ചോദ്യങ്ങൾ ഒറ്റയ്ക്ക് ടൈപ്പ് ചോദിക്കും. പിന്നെയാണ് ഇതെല്ലാം കൂടെ ചേർത്തൊരു ആസ്വാദനം എഴുതാനായിട്ട് പറയുന്നത്. ആസ്വാദനം നമ്മൾ 10ാം ക്ലാസ്സിൽ എഴുതിയത് ഇത്തിരി കൂടെ വിപുലമായി കവി പരിചയം, കവിതാ പരിചയം, കവിതയുടെ ആശയം എഴുതും. നമുക്ക് മധു ഋതു എന്ന കവിത ഒന്ന് വായിച്ചു നോക്കാം. അരി ആഗയി ഹേ ഭൂലീസി യഹ് മധു ഋതു ദിനകോ छोटी सी कुड़िया मयूर रजतुम नई व्यथा साथिन को
ഇതിനകത്ത് കുറച്ച് സംസ്കൃത വാക്കുകൾ വന്നുകൊണ്ട് നിങ്ങൾക്ക് ആദ്യം ഇത്തിരി ബുദ്ധിമുട്ടാവും, പക്ഷെ അർത്ഥം മനസ്സിലാവും, നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഒരു സംസ്കൃത വാക്ക് വന്നിരിക്കുന്നുണ്ടോ? വ്യഥ. വ്യഥ, വ്യഥ എന്ന വാക്ക് നമ്മൾ ശ്രദ്ധിക്കും. പുസ്തകത്തിൽ 4ാമത്തെ വരികളെ കൊണ്ട് വ്യഥ. വ്യഥ ശബ്ദക്കാർക്ക് ദുഃഖ്. അപ്പൊ സംസ്കൃതത്തിൽ വന്ന വാക്കാണ് വ്യഥ. നമ്മൾ ശ്രദ്ധിക്കണം. അതിന്റെ അർത്ഥം ചിലപ്പോൾ ചോദിക്കാൻ വേണ്ടി വരാം. വളരെ വാക്കുകളുണ്ട്. ബാക്കിയെല്ലാം വളരെ എളുപ്പമാണ്. അരേ ആഗൈഹേ ഭൂലീസി. ആഗൈഹേ ഭൂലീസി. ഭൂല എന്ന് പറഞ്ഞാൽ സാധാരണ അർത്ഥം മറക്കുക എന്നാണ്. ഭൂലീസി വരവ് കണ്ടാൽ തോന്നും മറന്നു പോയതുപോലെ വഴിതെറ്റി വന്നതാണെന്ന് തോന്നും, അറിയാതെ വന്നതാണെന്ന് തോന്നും എന്റെ ജീവിതത്തിലേക്ക്. അവിടെ നമ്മളിവിടെ വസന്തം വന്നതിനെ കുറിച്ചാണ് കവിതയെ പറയുന്നത്. വസന്ത പറഞ്ഞത് കവിക്ക് ജീവൻ മേ വി വസന്താകയ. അതാണ് ലാക്ഷണികത എന്ന് പറഞ്ഞത്. നേരത്തെ കവിയുടെ ജീവിതത്തിൽ വസന്തം വന്നു, പക്ഷെ ആ വസന്തം ജീവിതത്തിൽ കവിയുടെ ജീവിതത്തിൽ അങ്ങനെ വന്നിട്ടേ ഇല്ല. അപ്പൊ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ആരെങ്കിലും നമ്മുടെ അടുത്തൊരു ബന്ധു ഒരുപാട് കാലങ്ങൾ കൂടി ഒരു ദിവസം വരുമ്പോൾ നിങ്ങൾ ചോദിക്കാറുണ്ടല്ലോ, എന്താ വഴിതെറ്റി വന്ന, അറിയാതെ വന്നാണോ എന്ന് ചോദിച്ചു. അതുപോലെയാണ് ഇവിടെ കവിയുടെ ജീവിതത്തിൽ ഭൂലീസി, അറിയാതെ അറിയാതെ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. മധു ഋതു, വസന്ത്. വസന്ത് നേരത്തെ പറഞ്ഞു മധു ഋതു, വസന്ത്. ദോ ദിനക്കോ ചോട്ടി സി കുടിയ മയം രചിതും. പക്ഷെ അങ്ങനെയാണെങ്കിലും എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ വസന്തത്തിന്, ആ പ്രണയിനിക്ക് ഞാൻ 2 ദിവസത്തേക്കായാലും ഞാനൊരു ചെറിയ കുടില് കെട്ടി, ചെറിയൊരു കുടില് കെട്ടി ഞാൻ അവിടെ താമസിപ്പിക്കും, രചിക്കും. നൈവ്യഥാസാത്തിനുഹോ, എന്റെ ജീവിതത്തിലേക്ക് വന്ന പുതിയ ദുഃഖസാത്തിന്, ദുഃഖിതയ എന്റെ ദുഃഖത്തിൽ എന്നോടൊപ്പം വന്നിരിക്കുന്ന സാത്തിൻ, സാത്തി സാത്തിൻ, സാത്തി സാത്തിൻ, കൂട്ടുകാരി. ദുഃഖത്തിൽ എന്നോടൊപ്പം വന്ന കൂട്ടുകാരിക്ക് ഞാനൊരു കൊച്ചു കുടില് കെട്ടി ഞാൻ താമസിപ്പിക്കും. ഇവിടെ ആരാ വന്നിരിക്കുന്നത്? മധു ഋതു, വസന്തം. ആരുടെ ജീവിതത്തിലേക്ക്? കവിയുടെ ജീവിതത്തിലേക്ക്. പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന വസന്തം എന്താണ്? കവിയുടെ പ്രണയിനിയാണ്. അതാണ് അതിന്റെ ലാക്ഷണികത. ക്ലിയർ അല്ലേ? 4 വരി. കവിക്ക് ജീവൻ മേം ഭൂലീസി ആ ഗയി ഹൈ എന്ന് പറയാൻ കാരണം അഭി തക് കവിക്ക് ജീവൻ മേം വിരസ പദച്ചടത. ഇന്നലെ വരെ കവിയുടെ ജീവിതത്തിൽ വിരസമായ പദച്ചടായിരുന്നു. ഇന്ന് അതേ സ്ഥലത്ത് കവിയുടെ ജീവിതത്തിലേക്ക് വസന്തം വന്നിരിക്കുന്നു അറിയാതെ. മധുർദ് ദോ ദിനക്കോ ചോട്ടീസി കുടിയ മൈം രജുദൂം. കുടിയ നമ്മുടെ മലയാളത്തിലെ കുടില്, ചോമ്പടി, കുടില്, കുടില് തന്നെയാണ്. കുടില്, ഒരു കൊച്ചു കുടില് ഞാൻ അതിനു വേണ്ടി സൃഷ്ടിക്കും എന്റെ വ്യഥാസാത്തിനെ. വസുധാ നീച്ചേ ഊപ്പർ നഭോ നീടലഗ് സബ്സേ ഹോ चार खंड के चिरपद चढ़ में भागो सो के तिनको. वसुधा नीचे ऊपर नभ हो. വസുധ അവർ നഭ്. വാക്കുകൾ ഓർമ്മിക്കുക. വസുധ സംസ്കൃത വാക്കാണ് വസുധ. വസുധൈവ കുടുംബവും എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണും. വസുധ ഭൂമി, ധർത്തി, ധർത്തി. അപ്പൊ എന്താ? നീച്ചേ വസുധ, താഴെ ഭൂമി. ഊപ്പർ നഭ്, അവൻ നഭ് എന്തായിരിക്കും? നഭ് ആസ്മാൻ, ആകാശം. ആസ്മാൻ ആകാശം. വസുധ അവർ ആസ്മാൻ. വസുധ നീച്ചേ ഊപ്പർ നഭ് ഹോ നീടലഗ് സബ്സേ ഹോ. താഴെ ഭൂമിയും മുകളിൽ ആകാശവുമാണെങ്കിൽ ഞാൻ ഈ വസന്ത സാത്തിക്ക് തങ്ങാൻ ഒരു വിശേഷ കുടില്. നീട്, നീട് പക്ഷിക്കൂട്. നീട് മീൻസ് പക്ഷിക്കൂട്. അലഗ് സബ്സേ ഹോ. ചാർ ഖണ്ഡ് കെ ചിരപദ ചടുമേ ഭാഗോ സൂഖേ തിനുക്കോ. ജാർഖണ്ഡ്, നിങ്ങള് ജാർഖണ്ഡ് എന്നൊരു സംസ്ഥാനം കേട്ടുകയാണ്. അത് തന്നെയാണ് എഴുതിയിരിക്കുന്നത് ജാർഖണ്ഡ്. പക്ഷെ ഇവിടെ ജാർഖണ്ഡ് മീൻസ് ജംഗലോം കാ ദേശ് എന്നാണ് അർത്ഥം. നമ്മുടെ ജാർഖണ്ഡ് സംസ്ഥാനവും അങ്ങനെ തന്നെയാണ്. കാടുകളുള്ള പ്രദേശമാണ്, കുന്നും മലകളുള്ള പ്രദേശമാണ്. ഇവിടെ ജാർഖണ്ഡ് എന്ന് പറയുന്ന അർത്ഥം ജംഗലോം കാ ദേശ്. ജാർഖണ്ഡ് കെ ചിരപദച്ചരമേ, കാട്ടിലെ ജംഗലോം കാ ദേശ്. ജാർഖണ്ഡ് ശബ്ദ का अर्थ क्या है? ജംഗലോം കാ ദേശ്. ആ ജംഗലോം കാ ദേശിന് കാട്ടിൽ എന്തുണ്ടാവും? മരങ്ങളെല്ലാം ഇലകൊഴിയും. ചിരപദച്ചടുമേ, ചിരപദച്ചടുമേ ചിരമായ ഇലകൊഴിച്ചിൽ. ഭാഗോ സൂക്കേ തിന്നുക്കോ. സൂക്കേ തിന്നുക്കോ, ഉണങ്ങിയ പുല്ലുകൾ. തിൻക, തിൻക പുല്ലുകൾ. തിൻക ഉണക്ക പുല്ലുകൾ.
സൂഖ്യ തിങ്ക, പിന്നെ ഒന്നുകൂടെ പറഞ്ഞിരിക്കുകയാണ് ഉണക്ക പുല്ലെന്ന്. അപ്പൊ അത്രയാണ് നമ്മൾ നോക്കുക. തിങ്ക എന്ന് പറഞ്ഞാൽ തന്നെ പുല്ലാണ്, ഉണങ്ങിയതാണ്. തിങ്ക സൂഖ്യ തിങ്ക, ഉണങ്ങിയ പുല്ലുകൾ. ആ പുല്ലുകളോടൊപ്പം തിങ്ക എന്ന് പറഞ്ഞാൽ നമുക്ക് ഹിന്ദിയിൽ ഏത് വാക്ക് ഉപയോഗിക്കാം? ഖാസ്, പുല്ല്. തിങ്ക മീൻസ് ഖാസ്, പുല്ല്. ഉണക്ക പുല്ലുകൾ, സൂഖ്യ തിങ്ക. ഇനി കവിയുടെ ജീവിതത്തിൽ ഉണക്ക പുല്ലുകൾക്ക് സ്ഥാനമില്ല. അവിടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന സൂഖ്യ തിൻകോ സേ ക്യാ താല്പര്യ ഹേ. ഉണങ്ങിയ പുല്ലുകൾ എന്നുള്ളത് കൊണ്ട് ഇവിടെ എന്താണ് താല്പര്യമാക്കുന്നത്, അർത്ഥമാക്കുന്നത്, ആശയമാക്കുന്നത്? കവിയുടെ ജീവിതത്തിൽ ഉണക്ക പുല്ലുകൾ എന്തായിരുന്നു? അത് എന്തിന്റെയൊക്കെ പ്രതീകമാകും? കവിയുടെ ജീവിതത്തിന്റെ വിരഹത്തിന്റെ പ്രതീകമാകാം, ദുഃഖത്തിന്റെ പ്രതീകമാകാം, നീരസതയുടെ പ്രതീകമാകാം. ആ ഉണക്ക പുല്ലുകൾക്ക് ഇനി എന്റെ ജീവിതത്തിൽ സ്ഥാനമില്ല. ആ ഉണക്ക പുല്ലുകൾക്ക് എവിടെ പോകാം? ജാർഖണ്ഡിലേക്ക്, ഏതെങ്കിലും കാട്ടിലേക്ക് പോകാം. തന്റെ ജീവിതത്തിൽ ഇനി സ്ഥാനമില്ല. ആദ്യത്തെ വരികൾ ഒന്നുകൂടെ നമുക്ക് ശ്രദ്ധിക്കാം. കവി കെ ജീവൻ മേം ഭൂലി സി മധു ഋതു ആകെയി. പക്ഷെ അവിടെ കവി ഉപയോഗിക്കുന്ന വസന്തം, പ്രകൃതിയിൽ വസന്തം വന്നു, അതേപോലെ തന്റെ ജീവിതത്തിലേക്കും വസന്തം വന്നു. ആ വ്യഥാസാധ്യന്, ദുഃഖിതയായ സാധ്യൻ കൂട്ടുകാരിക്ക് ഞാൻ ഒരു കുടില് സൃഷ്ടിക്കാം. പക്ഷേ താഴെ ഭൂമിയും മുകളിൽ ആകാശവും ഉണ്ട്. ഇവിടെ ഒന്നുമല്ല, മറ്റൊരു ലോകത്ത്, ചിലപ്പോ കവിയുടെ ഹൃദയത്തിലായിരിക്കും, മനസ്സിലായിരിക്കും. അവിടെ ഞാൻ ഒരു കൂട് കൂട്ടാം. ആ കൂട്ടിൽ ഉണക്ക പുല്ലുകൾക്ക്, സാധാരണ പക്ഷികൾ കൂടുകൂട്ടം എന്ത് വെച്ചായിരിക്കും? ഉണക്ക പുല്ലുകൾ വെച്ചായിരിക്കും. പക്ഷെ ആ ഉണക്ക പുല്ലുകൾക്ക് ഇവിടെ ഇനി സ്ഥാനമില്ല. എന്ന് പറഞ്ഞാൽ കവി के जीवन में अब दुख और विवशता को कोई स्थान नहीं है, साथिन आ गई. എങ്ങനെയാണ് വസന്തം വന്നാൽ പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റം, കവിയിലുണ്ടായ മാറ്റം എന്നുള്ളതാണ് അടുത്ത വരികളിൽ. ഇപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ചില വാക്കുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വ്യഥ, ദുഃഖ്, പിന്നെ എന്താ വന്നിരിക്കുന്നു? വസുധ, ഭൂമി, നഭ്, ആകാശ്. ആ വാക്കുകൾ ശ്രദ്ധിച്ചാൽ മതി. झारखंड जंगलों का देश. പതച്ചടി ശബ്ദ का अर्थ है पत्तों का झरझर जाना, ഇലകൾ പൊഴിയുക. आशा से अंकुर चूलेंगे, पल्लव पुलकित होंगे, मेरे किसलयों का लघु भव्य आहा खलेगा किनको. आशा से अंकुर चूलेंगे. വസന്ത് के आगमन में प्रकृति का क्या परिवर्तन होगा? വസന്തം വന്നു കഴിഞ്ഞാൽ പ്രകൃതിയിൽ എന്ത് പരിവർത്തനമാണ് ഉണ്ടാകുന്നത്? ആശാസേ അങ്കുരു ചൂലേങ്കെ, പ്രതീക്ഷകൾ കൊണ്ട് അങ്കുരങ്ങള് മുത്തുമണികൾ പോലുള്ള അങ്കുരങ്ങൾ, മുത്തുമണികൾ അവിടെ ആടി ഉലയും. ആശാസേ അങ്കുരു ചൂലേങ്കെ പല്ലവ പുളകിത ഹോങ്കെ. പ്രതീക്ഷകളുടെ, ആശ മീൻസ് പ്രതീക്ഷ, പ്രതീക്ഷകളുടെ അങ്കുര്. അവിടെയാണ് ഈ പ്രകൃതിയുടെ ലാക്ഷണിക പ്രയോഗം. അങ്കുരം എന്ന് പറഞ്ഞാല് മുളപ്പുകൾ അഥവാ ഈ മുകുളങ്ങളാണ്, മുകുളങ്ങൾ. പക്ഷെ ഇവിടെ ഏത് വാക്ക് ഉപയോഗിക്കുന്ന? ആശ, പ്രതീക്ഷയുടെ ഈ മുകുളങ്ങൾ അവിടെ പ്രകടമാകും. പല്ലവ് മീൻസ് തളിര്, കിസിലയങ്ങൾ എന്ന് പറയും, തളിര്. പുളകിത് ഹോങ്കി, വസന്തകാലം വരുമ്പോ ഇളം കാറ്റടിക്കുമ്പോ അവിടെ തളിരുകൾ ആടി ഉലയും. പുളകിത് ഹോങ്കി മേരെ കിസിലയിക്ക ലഘുഭവിയക്. കിസിലയം, പല്ലവം എന്ന് പറഞ്ഞ വേറൊരു വാക്കുണ്ട്, ഹിന്ദിയിൽ വരുന്ന ഒരു വാക്കാണ് കിസിലയോങ്ക. ലഘുഭവം, ലഘു സൻസാർ. ലഘു സൻസാർ മീം, തളിരുകളുടെ, ഇതളുകളുടെ ഈ ലഘു ലോകം. കിസ്കോ നഹിൻ ഖലേഗ, കിസ്കോ ബുരാ നഹിൻ ലഗേഗ. ആർക്കാണ് ഇഷ്ടപ്പെടാത്തത്? കിൻകോ ബുരാ നഹിൻ ലഗേഗ, ആർക്കാണ് ഇഷ്ടപ്പെടാത്തത്? किनको बुरा, किनको खलेगा. खलेगा शब्द का अर्थ है बुरा लगेगा, बुरा लगेगा. किनको बुरा खलेगा എന്ന് ചോദ്യചിഹ്നമായിട്ട് ചോദിച്ചാൽ ആർക്കാണ് ഇഷ്ടപ്പെടാത്തത് എന്ന് ചോദിച്ചാൽ സബ് ലോഗോं को अच्छा लगेगा, എല്ലാവർക്കും ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രകൃതിയുടെ മനോഹരമായ ഈ ലോകം ആർക്കാണ് ഇഷ്ടപ്പെടാത്തത് എന്ന് പറഞ്ഞാൽ സബ്കോ അച്ഛാ ലഗേഗ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. आशा से अंकुर चूलेगा, पल्लव पुलकित होंगे, मेरे किसलई का लघु भव्य आहा खलेगा किनको. ആദ്യത്തെ രണ്ട് വരിയില് നമ്മൾ വാചകാർത്ഥം അനുസരിച്ച് പ്രകൃതിയുടെ വരവോടുകൂടി
പ്രകൃതി അല്ലെങ്കിൽ വസന്തത്തിന്റെ വരവിൽ പ്രകൃതിയിൽ വന്ന പരിവർത്തനമാണ് നമ്മൾ എഴുതേണ്ടത്. വസന്ത് के आगमन में प्रकृति में कैसा परिवर्तन होता है, पल्लव पुलकित हो जाएंगे എന്നറിയാ മതി. वसंत के आगमन में प्रकृति में कौन सा परिवर्तन होता है, पेड़ पौधों में पल्लव, ചെടികളിലും തളിരുകളിലും പല്ലവങ്ങൾ വരും, തളിരുകൾ വരും. ആ തളിരുകള് കാറ്റത്ത് ആടി വിളയും, അല്ലെ? അങ്ങനെ. പക്ഷെ എന്നിട്ട് മേരേ കിസ്ലയിക്കാൽ ലഘുഭവ്, പിന്നെ പറഞ്ഞിരിക്കുന്ന കവിയുടെ ജീവിതത്തിന്റെ ചെറിയ ലോകം എന്നാ പറഞ്ഞിരിക്കുന്നത്, ലഘു സംസാർ. കവിയുടെ ജീവിതത്തിലേക്ക് വന്ന ഈ ചെറിയ ലോകം കിസ്കോനഹിൻ ഖലേഗ, ആർക്കാണ് ഇഷ്ടപ്പെടാത്തത് എന്ന് ചോദിച്ചാൽ സബ്കോ അച്ഛാ ലഗേഗ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനിയും വസന്തത്തിന്റെ ആഗമനത്തെ കുറിച്ച് പറയുകയാണ്. സിഹർ ഭരി കമത്തിയാവേഗി മലയാലിക്ക് ലഹരി, സിഹർ ഭരി കമത്തിയാവേഗി മലയാലിക്ക് ലഹരി, ചുംബനലേ കറവർ ജഗാക്കർ മാനസ നയന നളിനിക്കോ. സിഹർ ഭരി കമത്തിയാവേഗി, സിഹർ ഭർണ എല്ലാ ഭാഗവും നല്ല, സിഹർന എന്ന് പറഞ്ഞാൽ കാറ്റത്താടി ഉഴഞ്ഞ് വിറയ്ക്കുന്നതിനെയാണ് സിഹർന. ഇവിടെ എല്ലാ സ്ഥലത്തും പ്രകമ്പനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ആടി വിറപ്പിച്ചുകൊണ്ട് ആര് വരുന്നു? മലയാനില് മലയജ് ഇളം കാറ്റ് വരുന്നു. ആ മലയാനിലൻ വരുമ്പോ, ഇളം കാറ്റ് വരുമ്പോ ആ മലയാനിലൻ എല്ലാവരെയും, മലയാനിലൻ മലയപർവ്വതത്തിൽ നിന്ന് വീശുന്ന ഇളം കാറ്റ്, ആ മലയാനിലന്റെ ലഹരിയും ഓളങ്ങൾ എല്ലാവരെയും വിറപ്പിച്ചുണ്ടപ്പോ വസന്തകാലത്തിൽ വീശുന്ന ഇളം കാറ്റിനെയാണ് മലയാളിന്റെ കാറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് എങ്ങനെ ചെയ്യുന്നു? എല്ലാവരെയും കുളിർമയുണ്ടാക്കി തീർക്കുന്നു. സിഹർന ചുംബനിലേക്കർ അവർ ജഗാക്കർ മാനസ നയന നളിനിക്കോ. മാനസ നയന നളിന്, അവിടെയാണ് പ്രകൃതിയുടെ മാനവീയ ഭാവം. മാനസ നയന നളിന്, മാനസമാകുന്ന നയനം താമര, നളിനം താമര, നയനം, സോറി ഒന്ന് ശ്രദ്ധിക്കുക, നയനം കണ്ണ്, നളിനം താമര, മാനസമാകുന്ന നയന നളിനം, നളിനം കമലം താമര, മാനസമാകുന്ന കണ്ണുകള്, ആ കണ്ണുകളാകുന്ന താമര ഉണരും, വിരിയും, പൂമൊട്ടുകൾ വിരിയും. അത് ഒന്നിൽ കൂടുതൽ താരതമ്യം ചെയ്തിരിക്കണം. മാനസ നയന്, മനസ്സാകുന്ന നയനം, അതിനെന്താക്കിയിരിക്കുന്നു? നളിനമായിരിക്കുന്നു. അവയും വിരിയുന്നു. അവയെല്ലാം ചുംബനിലേക്കാൾ, ചുംബനിലേന സ്പർശിച്ച് ഉണർത്തുന്നു എന്ന് പറഞ്ഞാൽ പൂമൊട്ടുകൾ വിരിയുന്നു. പൂമൊട്ടുകൾ വിരിഞ്ഞു വരുന്ന ആ ഒരു ഭാവം, പ്രകൃതിയുടെ വളരെ മനോഹരമായ ദൃശ്യത്തെ കവി അവതരിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ വസന്തത്തിന്റെ ആഗമനത്തെ ഒരു രീതിയിൽ പ്രകൃതിയുടെ ആഗമനത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മറുഭാഗത്ത് വസന്തത്തിന്റെ മനോഹാരിത വർണ്ണിക്കുന്നതിനോടൊപ്പം കവിയുടെ ജീവിതത്തിൽ വന്ന മാറ്റത്തെയും അവതരിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അത് രീതിയിൽ അപ്പം മനസ്സിലാക്കുക ഈ വാക്കുകളുടെ അർത്ഥങ്ങൾ, സൈഡിലെ ചോദ്യങ്ങൾ, എന്നിട്ടാണ് നമ്മൾ ആസ്വാദനത്തിലേക്ക് പോകുന്നത്. അങ്ങനെ മനോഹരമായി കവിതയുടെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിനോടെ പകര അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. വസന്തത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മൗസം, ഋതു എന്നുള്ള വാക്ക്, ഭൂമിക്കുള്ള വാക്ക്, ആകാശമുള്ള വാക്കുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് വെച്ചാൽ അതിന് പകരമുള്ള വാക്കുകൾ ഹിന്ദിയിൽ താരതമ്യം നമ്മൾ പഠിക്കണം. അതിനോടൊപ്പം വാക്കുകളുടെ അർത്ഥങ്ങളും ആശയങ്ങളും നമ്മൾ എടുത്ത് പഠിക്കണം. അങ്ങനെ ചേർത്തുകൊണ്ട് ഒരു അവിടെ ഉഷാശ പ്രഭാതത്തിനെയൊക്കെ വളരെ ഭംഗിയായി അവതരിപ്പിച്ചിരിക്കുന്നു. പ്രഭാതം എന്തിൻ്റെയൊക്കെ പ്രതീകമാണ്? പ്രതീക്ഷയുടെ പ്രതീകമാണ്. മനസ്സിലായോ? അങ്ങനെ ആ കവിയുടെ ജീവിതത്തിൽ മാനസമാകുന്ന, കവിയുടെ മനസ്സാകുന്ന കണ്ണുകളെ സ്പർശനം നടത്തി അവിടെ താമര, നളിനം കമൽ താമര വിരിയിച്ചിരിക്കുന്നു. ജവാ കുസുമസി ഉഷാഖിലേഗി മേരി ലഘു പ്രാചീമേ. ജവാ കുസുമസി, ജവാ എന്ന് പറഞ്ഞാല് ചെമ്പരത്തിപ്പൂവിനെ പറഞ്ഞേ. ജവാ കുസുമം, ചെമ്പരത്തിപ്പൂവിനെ പോലെ ഉഷ പ്രഭാതം എന്റെ ലഘു പ്രാചീമി. പ്രാചീ ദിക്ക് എന്ന് പറഞ്ഞാല് കിഴക്കൻ ദിക്കെന്നാണ്, പൂർവീ ദിശ എന്നാണ്. എന്റെ ജീവിതത്തിന്റെ കിഴക്കൻ ദിക്കിലേക്ക് ഉഷ, ഉഷ ഇവിടെ എന്തിന്റെ പ്രതീകമാണ്? പ്രഭാതമാണ്. ഇവിടെ എന്തൊക്കെ അർത്ഥത്തിലാണ് പ്രഭാതം? കവിയുടെ ജീവിതത്തിന്റെ ഒരു നല്ല സമയത്തിന്റെ തുടക്കം. അവിടെ ചെമ്പരത്തിപ്പൂ പോലെ പ്രഭാതം വിടർന്നു വന്നു. അങ്ങനെ മനോഹരമായ ഒരു പ്രകൃതിയുടെ ദൃശ്യത്തെ കവി അവതരിപ്പിച്ചിരിക്കുകയാണ്. ആ പ്രകൃതിയുടെ ദൃശ്യം ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് കവിയുടെ ജീവിതത്തിൽ വന്ന മാറ്റവും ആണ് ഈ കവിതയിലൂടെ അവതരിപ്പിച്ചു പോകുന്നത്.
ചുംബനലേക്കറവർ ജഗാക്കർ വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മാനസ നയന നളിനിക്കോ, മലയാനിക്കീ ലഹരിയും മലയപർവ്വതത്തിൽ നിന്നുള്ള ഇളങ്കാറ്റ് വന്ന് സ്പർശിച്ചപ്പോ മാനസ നയന നളിനം, മനസ്സാകുന്ന നയനം നളിനം ഉണർന്നു. താമര വിരിഞ്ഞു എന്നേ അർത്ഥമുള്ളൂ. പക്ഷെ ഇവിടെ കവിയുടെ മനസ്സാകുന്ന നയനമാണ് ഉണർന്നത്. ചെമ്പരത്തി പൂ പോലെ പ്രഭാതം, എന്റെ ജീവിതത്തിന്റെ മേരി ലഘുപ്രാചീമേ, എന്റെ ജീവിതത്തിന്റെ കിഴക്കൻ ദിക്കിലേക്ക് സൂര്യൻ ഉദിച്ചു വന്നതുപോലെ പ്രഭാതം വന്നു. ആ പ്രഭാതം കവിയുടെ ജീവിതത്തിലാണ്. അത് പ്രകൃതിയുടെ ഒരു മാനവീയ ഭാവത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഹസീഭരേ ഉസ് അരുണ അതരിക രാഗരഗേഗാദിൻകോ, ഹസീഭരേ ഉസ് അരുണ അതരുക, ഹസീഭരേ ചിരികൾ നിറഞ്ഞ സന്തോഷം നിറഞ്ഞ, അരുണ അധരം, അധരം ഓണ്ട് ചുണ്ട്. ആർക്കാണ് ഈ ചുണ്ടൊക്കെ പറയുക? മനുഷ്യർക്കാണല്ലേ. ഇവിടെ കവിയുടെ ജീവിതത്തിലേക്ക് വന്ന നായികയുടെ മനോഹരമായ ചിരിയെയാണ് അരുണമായ അധരം, അധരം ഓണ്ട് ചുണ്ട്. അരുണ മീൻസ് ലാൽ രംഗ്, ചുവപ്പ് നിറം. അവിടെ രാഗരഗിൻകോ, രാഗം സ്നേഹത്തിന്റെ പ്രതീകമാണ്. അവിടെ രാഗരഗിന നിറം തളിക്കുക. ദിനിക്കോ പ്രഭാതത്തിന്, പകലിന്, പകലിന് നിറം തളിച്ചു. ആ സുന്ദരിയുടെ വരവ് നമ്മുടെ മനസ്സിൽ ഇമാജിൻ കാണുക. അവിടെ മനോഹരമായ പുഞ്ചിരിയുമായി, ചുവന്ന ചുണ്ടുകളിലെ മനോഹരമായ പുഞ്ചിരിയുമായി നായിക കടന്നു വന്നപ്പോ കവിയുടെ ജീവിതത്തിൽ വന്ന ഒരു സന്തോഷവും അതിനോടൊപ്പം പ്രകൃതിക്കുണ്ടായ മാറ്റത്തെയും ലാക്ഷണിക ഭാവത്തോടുകൂടി കവിതയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ കവിത ഛായാവാദി കവിതയായി മാറിയെന്ന് നമ്മൾ ശ്രദ്ധിക്കാം. അന്ധകാരിക ജലദിലാംഗിക ആവേഗി ശശികിരണേ, അന്തരീക്ഷമേ ചിടക്കേക കണ് കണ് നിശീമേ മധുര തൂഹിനുക്കോ. അന്ധകാരിക ജലദിലാംഗിക, അന്ധകാരത്തിന്റെ ഇരുട്ടിന്റെ സമുദ്രം കടന്ന്, ആവേഗി ശശികിരണേ, ഇരുട്ടിന്റെ സമുദ്രം കടന്ന്, അന്ധകാരം ഇരുട്ട്, ജലധി സാഗർ സമുദ്രം, ലാംഗിന പാർക്കർണ, ഇരുട്ടിന്റെ സമുദ്രം. എന്താ ഈ ഇരുട്ടിന്റെ സമുദ്രം? ഘോരമായ അന്ധകാരം എന്നുള്ളതിനാണ് ഇരുട്ടിന്റെ സമുദ്രം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. ഘോരമായ അന്ധകാരത്തെ കടന്ന് ആവേഗി ശശികിരണേം, ചന്ദ്രന്റെ ശശി ശബ്ദക്കാർത്തെ ചാന്ദിനി, നിലാവ്, ചന്ദ്രന്റെ കിരണങ്ങൾ. ഘോരമായ അന്ധകാരത്തെ കടന്നാണ് നിലാവ് വന്നത്. ഇവിടെ അന്ധകാരം എവിടെയാണ്? കവിയുടെ ജീവിതത്തിലും വരാം, പ്രകൃതിയിലും വരാം. ആ പ്രകൃതിയുടെ അന്ധകാരത്തെ കടന്ന് ചന്ദ്രന്റെ നിലാവ് കടന്നു വന്നു. ശശികിരണി ആവേഗി, പ്രകൃതിയുടെ മാറ്റം നമ്മൾ ശ്രദ്ധിക്കുക. അന്ധകാരിക ജലദിലാംഗിക, ഇരുട്ടിന്റെ സമുദ്രം കടന്ന്, ഇരുട്ടിന്റെ സമുദ്രം കടന്ന്, ആവേഗി, ആവേഗി ആജായേഗി ശശികിരണേം, ചന്ദ്രന്റെ നിലാവ്, ചാന്ദിനി നിലാവ്, ശശി ചാന്ദ്, കിരണേം, അന്തരീക്ഷമേ ചിടക്കേക കണ് കണ് നിശീമേം മധുര തൂഹിൻകോ, അന്തരീക്ഷത്തിൽ കണങ്ങളായിട്ട്, നിശീമേ രാത്തുമേം മധുര തൂഹിനുക്കോ, തൂഹിന് തുഷാര് മഞ്ഞ്. इस एकांत सब तूहिन शब्द का अर्थ है तुषार मन्य, कण कण में इस एकांत सृजन में कोई कुछ वादा मत डालो, जो कुछ अपने में सुंदर है दे देने दो इनको. ഈ ഏകാന്തമായ ഈ യുഗത്തിൽ സൃഷ്ടിയുടെ വസന്തത്തിന് പൂക്കളും കായ്കളും എല്ലാം ഉണ്ടാകുന്ന നവ സൃഷ്ടിയുടെ ഈ യുഗത്തിൽ തടസ്സമായി ആരും നിൽക്കരുത്. ജോ അപ്നെ മേ സുന്ദർ ഹെ, ഏതെന്നാണോ സ്വന്തം സുന്ദരമായി കാണുന്നത് ആ സുന്ദരമായുള്ളതിനെ മാത്രം ഇവിടെ സ്വീകരിക്കുന്നു, ബാക്കിയുള്ളതിനെ എല്ലാത്തിനെയും ഉപേക്ഷിക്കുക. ഏകാന്തത ഇഷ്ടപ്പെടുന്നവരെല്ലാം ഏതെങ്കിലും കാട്ടിലേക്ക് പോവുക. കവിയുടെ ജീവിതത്തിൽ വസന്തം വന്നു. ഈ കവിത ഒന്ന് വായിച്ച് വാക്കുകളുടെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇതിന്റെ ആശയങ്ങളും സന്ദേശമൊക്കെ പിന്നെ തരും. വാക്കുകളുടെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇവിടെ ചുരുക്കി പറഞ്ഞ രണ്ട് ആശയങ്ങൾ ഇവിടെ ഉള്ളൂ. ഒന്ന്, वसंत के आगमन प्रकृति में जो परिवर्तन हुआ इसका वर्णन. दूसरा आशय है कवि के जीवन में कौन सा परिवर्तन, കവിയുടെ ജീവിതത്തിൽ വിരസമായ പദച്ചടന് ശേഷം എന്ത് പരിവർത്തനമാണ് ഉണ്ടായത് അതിനെക്കുറിച്ച് വർണ്ണിക്കണം. ഈ രണ്ട് രീതിയിൽ വരണം. പിന്നെ അതിന്റെ ആശയം ഒക്കെ പിന്നെ തരുന്നതാണ്. ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം.